ഹലോ ഓൾ. ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് ആണ്. ഇതിന്റെ ഹെഡിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇത് നിങ്ങളുടെ +1 NCERT ടെക്സ്റ്റ് ആണ് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഓഫ് ദ വേൾഡ് ആണ്. ആൻഡ് ഇന്ത്യസ് ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. നൗ ഇങ്ങനെയുള്ള കുറച്ച് സീലുകൾ നിങ്ങൾ കണ്ടതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതൊരു ഹരപ്പൻ സീലാണ്. ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഹരപ്പൻ സ്ക്രിപ്റ്റ് ആണ്. ഇറ്റ് ഹാസ് നോട്ട് ഇറ്റ് ബീൻ ഡെസിഫേർഡ് ആണ്. ഈ സ്ക്രിപ്റ്റിൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതുവരെ നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ദീസ് ആർ കോൾഡ് as ഹരപ്പൻ സീൽ. ഓക്കെ, ഒരു ഹോഴ്സ് പോലെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ ഒരു ബുൾ പോലെ ഒരു ഷേപ്പ് ആണ്. അതിനൊരു ചെറിയ ഹോൺ ഇവിടെ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു സീൽ. സോ ഈ സീലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ് ട്രേഡിനായിരുന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോമോഡിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു അഷ്യൂറിറ്റി അല്ലെങ്കിൽ ഷുവറിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സീലായിരുന്നു ഈ ഹരപ്പൻ സീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ റിയൽ ആയിട്ടുള്ള വാട്ട് ഇസ് ദ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കുറേശ്ശെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ട്രേഡിന് വേണ്ടിയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷനിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയും നമുക്ക് ഈ ഹരപ്പൻ സീൽസ് കിട്ടിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനർത്ഥം മെസൊപ്പൊട്ടേമിയും ഹരപ്പയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസിന് വേണ്ടിയിട്ട് ഈ സീലുകൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷനെ 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ ഇസ് കോൾഡ് ഏർലി ഹാരപ്പൻ സ്റ്റേജ്, പിന്നെ ഒന്ന് മെച്ചുവർ ഹാരപ്പൻ സ്റ്റേജ്, പിന്നെ ഒന്ന് ലേറ്റ് ഹാരപ്പൻ സ്റ്റേജ് എന്ന് പറയുന്ന 3 സ്റ്റേജസ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏർലി ഹാരപ്പൻ സ്റ്റേജ് എന്ന് പറയുന്നത് 6000 BC മുതൽ 2600 BC വരെയാണ് ഏർലി ഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫോർമേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് ഹരപ്പൻ സിവിലൈസേഷൻ ഡെവലപ്ഡ് ആയിട്ട് വരുന്നത്. പിന്നെ 2600 BC മുതൽ 1900 BC വരെയാണ് മെച്ചുവർ ഹാരപ്പൻ ഫേസ് എന്ന് പറയുന്നത്. അവിടെയാണ് വലിയ വലിയ പട്ടണങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഒരു അർബൻ ഫോം ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് 2600 BC-യിലും 1900 BC-ക്കും ഇടയിലാണ്. 1900 BC ഒക്കെ ആയി കഴിയുമ്പോൾ ഒരു ഫുൾ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു മെച്ചുവർ ആയിട്ടുള്ള ഒരു ഹാരപ്പൻ ലൈഫ് ആയി കഴിഞ്ഞു, എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. 1900-ന് ശേഷമാണ് ഡിക്ലൈൻ സ്റ്റാർട്ട്സ്. അതുകൊണ്ട് തന്നെ അതിനെ ഡിക്കേഡൻ ഫേസ് എന്നാണ് പറയുന്നത്. 1900 BC മുതൽ 1300 BC വരെയാണ് ഈ ഡിക്കേഡൻ ഫേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ഫേസ് ആയിട്ട് നമ്മൾ ഹരപ്പൻ സിവിലൈസേഷനെ പഠിക്കും. വൺ ഇസ് ഏർലി ഹരപ്പൻ, പിന്നെ ഒന്ന് മെച്ചുവർ ഹരപ്പൻ, പിന്നെ ഒന്ന് ദ ഡിക്കേഡൻ ഫേസ് ഓഫ് ഹരപ്പൻ. പിന്നെ ഈ ഹരപ്പൻസിനെ കുറിച്ചുള്ള റിമൈൻസ്, അതായത് അവർ യൂസ് ചെയ്തിരുന്ന വെയിറ്റ്, അവർ യൂസ് ചെയ്തിരുന്ന സീലുകൾ, ബീഡ്സ്, കോപ്പർ ആൻഡ് ബ്രോൺസ് ആർട്ടിക്കിൾസ്, ഇങ്ങനെയുള്ള സാധന സാമഗ്രികൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ, സിന്ധ്, പഞ്ചാബ്, ഇതൊക്കെ പാകിസ്ഥാന്റെ പ്രൊവിൻസസ് ആണ്. അതേപോലെ ഇന്ത്യൻ പ്രൊവിൻസസ് ആയിട്ടുള്ള ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, അതായത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്സിൽ ഒരുപാട് ഇങ്ങനെയുള്ള ഈ എന്താ പറയുക ഹരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട റിമൈൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ പ്രിസൈസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സിന്ധു നദിക്കും സരസ്വതി നദിക്കും ഇടയിലുള്ള പ്രദേശങ്ങൾ, അത് കുറച്ച് പാകിസ്ഥാന്റെ പ്രദേശങ്ങളുണ്ട്, കുറച്ച് ഇന്ത്യയുടെ പ്രദേശങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർക്കിയോളജിക്കൽ റിമൈൻസ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇതിനെ ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം ഇൻഡസ് റിവറിനും സരസ്വതി റിവറിനും ഇടയിലാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു റീജിയണൽ ബൗണ്ടറി എന്ന് പറയുന്നത് വരുന്നത്. സോ ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ എന്ന് പറയാം, ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയാം. ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയാൻ കാരണം ഹരപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ സിവിലൈസേഷനെ കുറിച്ചിട്ട് ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് ആർക്കിയോളജിക്കൽ റിമൈൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ സൈറ്റിന്റെ പേരിൽ ഈ സിവിലൈസേഷനെ അറിയപ്പെടുന്നു, ഹരപ്പൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നു. ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ എന്ന് പറയാൻ കാരണം ആ ബോർഡർ ഓഫ് ദാറ്റ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മാർക്ഡ് ബൈ ഇൻഡസ് റിവർ ആൻഡ് സരസ്വതി റിവർ. ഓക്കെ.